42 വർഷങ്ങൾക്ക് മുമ്പ് തിരക്കഥാകൃത്ത് രഘുനാഥ് പാലേരിയുടെ മനസ്സിൽ ഒരു കഥ രൂപപ്പെടുന്നു. സംവിധായകൻ സിബി മലയിലിൻ്റെ ആദ്യ ചിത്രമായി ആ സിനിമ അവർ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ആ സിനിമ നടന്നില്ല. 17 വർഷങ്ങൾക്കിപ്പുറം അവർ ആ സിനിമ ചെയ്യുകയും അത് തിയേറ്ററിലെത്തുകയും ചെയ്തു. പക്ഷേ തിയേറ്ററുകളിൽ ആ സിനിമ ഒരു വലിയ പരാജയമായി മാറി. നിർമ്മാതാവിനെ ഒരു വലിയ കടക്കെണിയിലേക്ക് ആ സിനിമ തള്ളിവിട്ടു. അങ്ങനെ ആ സിനിമയും അവരുടെ സ്വപ്നവും ഒരു വലിയ പരാജയമായി അവശേഷിക്കുകയായിരുന്നു. പിന്നീട് അവരും പതിയെ ആ സിനിമയെ മറന്നു തുടങ്ങി. 24 വർഷങ്ങൾക്കിപ്പുറം അന്ന് പരാജയപ്പെട്ട, അവരെ ഏറ്റവും അധികം ദുഃഖത്തിലേക്ക് തള്ളിവിട്ട ആ സിനിമ വീണ്ടും റിലീസാവുകയാണ്. ആ തിരക്കഥാകൃത്തോ സംവിധായകനോ നിർമ്മാതാവോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവരുടെ പരാജയപ്പെട്ട സ്വപ്നം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ദേവദൂതൻ എന്ന സിനിമയെ പറ്റിയാണ്. ഏറ്റവും വലിയ പരാജയമായി മാറിയ, ഏറ്റവും വലിയ ബാധ്യതയായി നിർമ്മാതാവിന് മാറിയ ദേവദൂതൻ 24 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും റിലീസ് ചെയ്യുകയാണ് ഈ വരുന്ന ജൂലൈ 26-ന്. വർഷം 1983. സംവിധായകൻ സിബി മലയിൽ അന്ന് നവോദയ സ്റ്റുഡിയോയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തു വരികയാണ്. ഒരു ദിവസം നിർമ്മാതാവും സംവിധായകനുമായ ജിജോ സിബി മലയിലിന് രഘുനാഥ് പാലേരിയെ പരിചയപ്പെടുത്തി. രഘുനാഥ് പാലേരി അന്ന് തൻ്റെ മനസ്സിലുള്ള ഒരു കഥ സിബി മലയിലിനോട് പറയുന്നു. ആ കഥ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാവുകയും അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയുടെ കഥയായി അത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. നവോദയയുടെ ബാനറിൽ സിനിമ നിർമ്മിക്കുവാനും തീരുമാനമായി. തിരക്കഥാകൃത്തും സംവിധായകനും 1 വർഷത്തോളം ആ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷേ അവർക്ക് ആ സിനിമ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. 1985-ൽ മുത്താരം കുന്നു പിയോ എന്ന സിനിമയിലൂടെ സിബി മലയിൽ സ്വതന്ത്ര സംവിധായകനായി മാറി. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് രഘുനാഥ് പാലേരി എന്ന് പറഞ്ഞ ആ കഥ പോയിരുന്നില്ല. അദ്ദേഹം ഹിന്ദിയിലെ നസീറുദ്ദീൻ ഷായെയും അന്ന് മലയാളത്തിൽ തിളങ്ങി നിന്ന നടി മാധവിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി വീണ്ടും ആ സിനിമ പ്ലാൻ ചെയ്തു. ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിലെ അന്ധനായ ഒരു ബാലനെ ചുറ്റിപ്പറ്റിയായിരുന്നു ദേവദൂതന് വേണ്ടി അവർ ആദ്യം ചിട്ടപ്പെടുത്തിയ കഥ. പക്ഷേ അന്നും ആ സിനിമ പ്രാവർത്തികമാക്കാനുള്ള സംവിധായകൻ സിബി മലയിലിൻ്റെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. 17 വർഷങ്ങൾക്കിപ്പുറം രഘുനാഥ് പാലേരിയും സംവിധായകൻ സിബി മലയിലും ദേവദൂതൻ വീണ്ടും ചിത്രീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അവർ ആ സമയത്ത് ടെലിഫിലിമിലും ചെറിയ സീരിയലുകളിലുമൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ആർ മാധവൻ എന്ന തമിഴ് നടനെ സമീപിക്കുന്നു. പക്ഷേ അവർ വൈകിപ്പോയിരുന്നു. അലൈ പായുതേ എന്ന മണിരത്ന ചിത്രത്തിന് വേണ്ടി മാധവൻ കരാറായിരുന്നു. ആ കരാറ് കുറച്ച് ദീർഘകാലത്തേക്കായതിനാൽ അവർക്ക് മാധവനെ അവരുടെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. നിർമ്മാതാവ് സിയാദ് കോക്കറിൽ നിന്നും ദേവദൂതൻ്റെ കഥയറിഞ്ഞ മോഹൻലാൽ സിനിമ ചെയ്യാൻ മുന്നോട്ട് വരികയും അങ്ങനെ മോഹൻലാലിന് വേണ്ടി തിരക്കഥയിലും കഥയിലും ചില മാറ്റങ്ങൾ വരുത്തി 2000 ഡിസംബർ മാസത്തിൽ ദേവദൂതൻ തിയേറ്ററുകളിലെത്തി. 2000 ക്രിസ്മസ് സീസണിൽ അങ്ങനെ ദേവദൂതൻ റിലീസാവുകയാണ്. ആദ്യ ഷോ ഇൻ്റർവെല്ലായപ്പോൾ മോഹൻലാൽ സിബി മലയിലും വിളിച്ചു. തങ്ങളുടെ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് ഇൻ്റർവെല്ലായപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതെന്നും അദ്ദേഹം സിബി മലയിലിനെ അറിയിച്ചു. മോഹൻലാലിനൊപ്പം അതിനു മുമ്പും സിബി മലയിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയധികം മോഹൻലാലിന് എക്സൈറ്റഡായി ഇതിനു മുമ്പ് താൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. പക്ഷേ അന്നത്തെ അവസാനത്തെ ഷോ അവസാനിക്കുമ്പോൾ സിബി മലയിൽ തിരിച്ചറിഞ്ഞു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിനാണ് താൻ സാക്ഷിയാവുന്നതെന്ന്. അതെ, ദേവദൂതൻ സിബി മലയിലിൻ്റെ അതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ പരാജയമായി മാറുകയും അദ്ദേഹം ഒരു ഡിപ്രഷനിലേക്ക് പോവുകയും ഇനി സിനിമ തന്നെ വേണ്ട, സിനിമ ഉപേക്ഷിക്കാം എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു. 2000 കാലഘട്ടത്തിൽ നരസിംഹം എന്ന സിനിമയ്ക്കൊക്കെ ശേഷം മോഹൻലാലിന് ഒരു സൂപ്പർ സ്റ്റാർഡം കിട്ടിയ സമയമായിരുന്നു. നമ്മൾ എത്രയൊക്കെ നിഷേധിച്ചാലും ഒരു താരവും ആ താരത്തിൻ്റെ സ്റ്റാർഡവും സിനിമയുടെ വാണിജ്യത്തിന് എപ്പോഴും ഗുണകരമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് തിരിച്ചാണ്. ആ സമയത്താണ് വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീതജ്ഞൻ്റെ റോളിൽ ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലറിൽ മോഹൻലാൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുന്നു എന്നറിഞ്ഞ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് ഒരു റോംകോം സിനിമയോ അതല്ലെങ്കിൽ അതുവരെ മോഹൻലാൽ ചെയ്തു വന്നിരുന്ന ഒരു സാധാരണക്കാരൻ്റെ റോളോ അതല്ലെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആക്ഷൻ ഹീറോ ഇമേജിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീതജ്ഞൻ്റെ റോളിൽ ഒരു മ്യൂസിക്കൽ മിസ്റ്ററി ത്രില്ലറുമായി മോഹൻലാൽ സിബി മലയിൽ കൂട്ടുകെട്ട് എത്തുന്നത്. അതുവരെ കണ്ടുവന്നിരുന്ന ഹൊറർ മൂഡിലായിരുന്നില്ല സിനിമയുടെ പോക്ക്. അതുവരെ കണ്ട് ശീലിച്ച സിനിമാ പരിസരത്ത് എപ്പോഴും ഒരു പ്രേതമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രേതം എന്നതിനപ്പുറം ഒരു ആത്മാവിൻ്റെ സാമീപ്യമായിരുന്നു സിനിമയിലുടനീളം. മ്യൂസിക്കിലൂടെയും വിഷ്വൽസിലൂടെയും ഒരു ആത്മാവിൻ്റെ സാമീപ്യം പ്രേക്ഷകർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ തന്നെ അന്നത്തെ പ്രേക്ഷകർ അവരുടെ മുന്നിലേക്ക് ഏതു നേരവും പ്രത്യക്ഷപ്പെടാവുന്ന ഒരു പ്രേതത്തെ പ്രതീക്ഷിച്ചിരിക്കുകയും അവർക്ക് നിരാശ ഉണ്ടാവുകയും ചെയ്തു. അത് സിനിമയുടെ വിജയത്തെ ഒരു പരിധിവരെ ബാധിച്ചു എന്ന് പറയാം.
മാത്രമല്ല ആ സമയത്തുണ്ടായിരുന്ന മോഹൻലാലിൻ്റെ ആക്ഷൻ ഹീറോ പരിവേഷത്തെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്ററുകളും വാർത്തകളുമായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഒരു ആക്ഷൻ സിനിമ പ്രതീക്ഷിച്ചു വന്ന പ്രേക്ഷകർക്കും നിരാശയായിരുന്നു ഫലം. ഒരു പരിധിവരെ ആ സിനിമ അന്ന് മാർക്കറ്റ് ചെയ്തവർക്കും ഈ സിനിമയുടെ പരാജയത്തിൽ ഒരു പങ്കുണ്ട് എന്ന് പറയാം. ലാൽ സർ പറയാറുണ്ട്, ഓരോ സിനിമയ്ക്കും ഓരോ ജാതകമുണ്ടെന്ന്. ശരിയാണ്. ദേവദൂതൻ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ആക്ഷൻ ഹീറോ പരിവേഷം സിനിമയെ മോശമായി ബാധിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജിനെ ചൂഷണം ചെയ്യുന്ന തരത്തിൽ വന്ന അധികം ആക്ഷൻ സിനിമകളും ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തുകയാണ് ഉണ്ടായത്. തിരക്കഥാകൃത്ത് രഘുനാഥ് പലേരി ഈ അടുത്ത ദിവസം പറയുകയുണ്ടായി, ദേവദൂതൻ ഒരിക്കലും കാലം തെറ്റി പിറന്ന സിനിമയല്ല, അങ്ങനെ ഒരു സിനിമയും ഇതുവരെ ഉണ്ടായിട്ടില്ല. 20 വർഷങ്ങൾക്കപ്പുറം ദേവദൂതൻ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആരാണുണ്ടാവുക? 2000-ൽ ആ സിനിമ സംഭവിക്കാനുണ്ടായ പ്രധാന കാരണം മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറാണ്. 24 വർഷങ്ങൾക്കിപ്പുറം ആ സിനിമ റിലീസ് ചെയ്യാനുള്ള പ്രധാന കാരണം മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറും ഇതുവരെ അദ്ദേഹം നിലനിർത്തിപ്പോന്ന ആ സൂപ്പർ സ്റ്റാർഡുമാണ്. മോഹൻലാൽ തന്നെ പറഞ്ഞു, പ്രസാദ് ലാബിൽ കഴിഞ്ഞ 24 വർഷങ്ങളായി ദേവദൂതൻ്റെ പ്രിൻ്റ് നഷ്ടപ്പെടാതെ കിടന്നത് ഒരു ഭാഗ്യമാണെന്ന്. ഒരുപക്ഷെ ദേവദൂതൻ മോഹൻലാൽ സിനിമയായതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ കീപ്പ് ചെയ്തത്, അല്ലേ? ദേവദൂതൻ 26-ന് വീണ്ടും തിയേറ്ററിലെത്തുമ്പോൾ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്നതും അല്ലെങ്കിൽ പ്രേക്ഷകരെ ഏറ്റവും അധികം തിയേറ്ററിൽ എത്തിക്കാൻ പോകുന്നതുമായ കാരണം ഒരുപക്ഷെ വിദ്യാസാഗറിൻ്റെ മ്യൂസിക് ആയിരിക്കാം. അത്ര മനോഹരമാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ. ഇന്നും എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടുകളുമാണ് ദേവദൂതൻ്റേത്. തിയേറ്ററിൽ പരാജയപ്പെട്ട ദേവദൂതൻ TV-യിൽ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ നല്ല അഭിപ്രായം നേടി. പിന്നീട് ഓൺലൈൻ സോഷ്യൽ മീഡിയ ചാനലുകൾ വന്നപ്പോൾ ദേവദൂതൻ വീണ്ടും വീണ്ടും പ്രേക്ഷകർ കാണുകയുണ്ടായി. അവർ കാണുക മാത്രമല്ല, നല്ല അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു. സിനിമ വീണ്ടും റിലീസ് ചെയ്യുവാൻ അതിൻ്റെ അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ കോക്കേഴ്സ് ഫിലിംസ് വരുന്ന ജൂലൈ 26-ന് സിനിമ 4K റെസൊല്യൂഷനിൽ തിയേറ്ററുകളിൽ എത്തിക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ നല്ല എഴുത്തുകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളുമെല്ലാം തിയേറ്ററുകളിൽ എത്രത്തോളം ആളുകളെ കൊണ്ടുവരും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ദേവദൂതൻ ഒരു റിലീസ് അർഹിച്ചിരുന്നു. ഇതിനു മുമ്പ് ഒരു റിലീസ് അർഹിച്ചിരുന്നതായി എനിക്ക് തോന്നിയ സിനിമ കമൽഹാസൻ്റെ ആളവന്താനാണ്. കമൽഹാസൻ ഡബിൾ റോളിലെത്തിയ ആ സിനിമ ആ കാലഘട്ടത്തിൽ കമൽഹാസന് ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിയിരുന്നു. പിന്നീട് ആ സിനിമയ്ക്ക് ഒരു വലിയ കൾട്ട് ഫാൻ ഫോളോയിങ് ഉണ്ടാവുകയും വീണ്ടും ആളുകൾ ആ സിനിമയെപ്പറ്റി പറയുകയും എഴുതുകയും ചെയ്തു. ഏകദേശം അതേ അവസ്ഥ തന്നെയാണ് ദേവദൂതനും സംഭവിച്ചത്. ദേവദൂതനും വീണ്ടും റിലീസ് വരികയാണ്, അത് ആ സിനിമ അറിയിക്കുന്നുണ്ട്. ഇത് സംവിധായകൻ സിബി മലയിലിനുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും ദേവദൂതൻ എന്ന സിനിമയ്ക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.